അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അന്നൊക്കെ മൗണ്ട് ഫ്യൂജി ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ജപ്പാനിലെ നഗാനോ എന്ന് പറയുന്ന പ്രിഫെക്ചറിലെ ഒരു മലയുടെ മുകളിലാണ്. കൗതുകം ലേശം കൂടിപ്പോയി. എന്തായാലും ഇതിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ വരഞ്ഞ് കയറി നമ്മളിപ്പം ഏതാണ്ടൊരു മുക്കാലോളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കാണുന്ന നടപ്പാതയും കൂടെ കഴിഞ്ഞ് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ടോപ്പിലെത്തി. ഇനി ഒരു 1.5 മണിക്കൂറും കൂടെ അതിൻ്റെ മുകളിലുണ്ട്. എല്ലാം കൂടി ഇതിൻ്റെ ടോട്ടൽ ഹൈക്ക് പറയുന്നത് 5.5-6 മണിക്കൂറാണ്. ഞാനിപ്പോൾ ഒരു 3.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ നടന്ന് പോകാം. നല്ല വെതറായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ കയറി പോകാം നമുക്ക്. എന്തായാലും ഇച്ചിരി റിസ്കി ആയിട്ടുള്ള പാത്തായിരുന്നു ഇതുവരയ്ക്കും. ഇനി അങ്ങോട്ടും കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെത്തിയുള്ള വ്യൂ കൂടെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയായിട്ടുള്ള നൂഡിൽസൊക്കെ വെച്ച് തിരിച്ച് നടന്നു പോകാം എന്നൊരു ഉദ്ദേശമാണ്. എന്തായാലും ഈ പാറയെടുക്കെല്ലാം കയറി പോകുന്നതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ടെൻഷനൊക്കെ മാറാനായിട്ട് സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങും രാവിലെ വണ്ടി എടുത്തുകൊണ്ട്. എങ്ങനെയാണ് നല്ല അടിപൊളി വ്യൂ അല്ലേ? മോള് വരയ്ക്ക് ഇത് തന്നെയാണ്. ഇങ്ങനെ പാറയെടുക്കൾ നമ്മൾ ചവിട്ടി കയറി പോകണം. ഇൻറ്റൻസിറ്റി ഇതിൽ കൂടുതലാണ്. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുന്നൊരു ഹൈക്കിംഗ് ട്രെയിലാണ്. ഇതാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. ഇച്ചിരി റിസ്ക്കിയാണ്. ഇത്തിരി റോക്കെല്ലാം ഇത്തിരി ഷേക്ക് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇച്ചിരി റിസ്കി പാത്താണ്. പക്ഷേ എന്നാലും ഇത്തിരി ചലഞ്ചിങ് ആയിട്ട് നമുക്കതങ്ങനെ കയറി പോവാം. അതും ഒരു എക്സ്പീരിയൻസാണ്. ഒടുവിൽ അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുന്നു. ഇതാണ് ആ സ്ഥലം. ഇത് കാണാനാണ് രാവിലെ വെളുപ്പാങ്കാലം 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയെടുത്ത് എത്തിയത്. നല്ല വെതറായതുകൊണ്ട് ഒരുപാട് ആളുണ്ട്. ലഞ്ച് ടൈമായി മക്കളെ. ഇതാണ് നമ്മുടെ സാധനം. ചെറിയൊരു അടുപ്പുമായിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി. ദൂരെ കാണുന്ന മൗണ്ടനാണ് പോപ്പുലർ മൗണ്ട് ഫ്യൂജി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കംപ്ലീറ്റ് വ്യൂ. അപ്പോൾ നമ്മുടെ ഹൈക്ക് ഇതിന് ടോപ്പ് കഴിഞ്ഞു. ഇനി തിരിച്ച് താഴോട്ടിറങ്ങി നേരെ വീട്ടിലേക്ക്.